ഒരാൾ ആശുപത്രിയുടെ മുമ്പിൽ ഇഞ്ചിഞ്ചായി മരണപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഹാർട്ട് അറ്റാക്കുമായിട്ട് വന്ന രോഗിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ വിളപ്പിൻശാലയിലെ ദൃശ്യങ്ങളാണ്. രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഡോക്ടറും നഴ്സും ഒക്കെ ഉറക്കമാണ്. അവർക്ക് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അതുകൊണ്ട് അത്യാസന നിലയിൽ എത്തിയിട്ട് അവിടെ കെഞ്ചി അപേക്ഷിച്ചിട്ടും ഇവര് ഈ പൂട്ടൊക്കെ തുറന്ന് പുറത്തേക്ക് വരാൻ ഭയങ്കര പ്രയാസപ്പെട്ടാണ് വരുന്നത്. 4-5 മിനിറ്റ് എടുത്ത ശേഷമാണ്. അപ്പം ആ ഭാര്യയുടെ ആ വിവരണം കേട്ടാൽ നമ്മുടെ നെഞ്ച് തകർന്നു പോകും. ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കും. ഞാൻ ഇപ്പോൾ വിളിക്കാൻ, എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്തുനിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കണം ആരെങ്കിലും ഒന്ന് കയറുമെന്ന് വെച്ചപ്പോൾ ഇവിടെ ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രിക്ക് നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നമ്പർ 1 ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു നീചമായ പ്രവൃത്തിയാണ് ഇതിൽ. ഇതിന് ഉത്തരവാദികളായ ഡോക്ടറും നഴ്സും ഒക്കെ ഈ സർക്കാർ സർവീസിലൊന്നും ഇരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്.